വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് അവരെ കണ്ടുകിട്ടിയത്. പോലീസ് അറസ്റ്റ് ചെയ്ത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത്. അത് ഇവരെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്തത് എനിക്കൊരു CC ക്യാമറ ദൃശ്യം അവരിത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഈ തമിഴ്നാട്ടിലുള്ള ഒരു CC ക്യാമറ ദൃശ്യമായിരുന്നു. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ സൗണ്ട് മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മ നേരെ അപ്പുറത്ത് ഈ തൂണിൻ്റെ അപ്പുറത്ത് ഇരുന്നിട്ട് രാമായണം വായിക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കും. ഇപ്പോൾ വീഡിയോയിലോട്ടൊക്കെ കിടക്കുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല മഴയാണ്. എവിടെയൊക്കെയാണ് മണ്ണിടിയുന്നത്, എവിടെയൊക്കെയാണ് വെള്ളം ഇങ്ങനെ നിറഞ്ഞു പൊങ്ങുന്നത് എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയില്ല. അമ്മാതിരി മഴയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മുടെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്കൂളിന് അവധി തരുന്നുണ്ട്. അവധി തരുമ്പോൾ അവധീനെ അവധിയാക്കി എടുക്കുക. നന്നായിട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുക. വീട്ടിലിപ്പോൾ അമ്മയും അച്ഛനും ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അവധിയല്ലേ എന്ന് കരുതി മഴ കൊള്ളാനോ മഴയത്ത് ഇറങ്ങാനോ മഴവെള്ളത്തിൽ കളിക്കാനോ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല ജീവികൾ കടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരാനോ ചാൻസ് ഉണ്ട്. സോ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള ഇൻഡോർ ഗെയിംസുകളും ഹോംവർക്ക്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഈ സ്കൂളിനോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പം തന്നെ ഈ വയനാട്ടിൽ 3 ദിവസമായി, വ്യാഴം വെള്ളി ശനി ഞായർ 4 ദിവസം പിള്ളേരുടെ അവധി പോയി. ഈ 4 ദിവസം വിട്ടിട്ട് ലാസ്റ്റ് പഠിപ്പിക്കുന്നതിന് പകരം ചെറിയ ചെറിയ നോട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടാൽ വളരെ നല്ലതാണ് എന്നൊരു അഭിപ്രായമുണ്ട്. കുട്ടികൾ ഈ വെറും ഫോണും TV-യും മാത്രം, കാരണം പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, അതിലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ എന്തെങ്കിലും നോട്ട്സൊക്കെ ഇട്ട് അവർക്ക് ബേസിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാമല്ലോ. പിന്നെ എപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു വിഷമമാണ്, ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇത്ര അവധി ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് മഴ പെയ്താലും എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഈ CBSE സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സോക്സൊക്കെ ഇട്ട് പോയൊരു ടൈം. എന്നാലും ലീവൊന്നും കണ്ടില്ല. ഇപ്പോഴത്തെ മക്കൾക്ക് എന്താ അവധി? അതുപോലെ തന്നെ എനിക്ക് പറയാം, നമ്മൾ കുറേ പേര് ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം നമ്മൾ ടേക്ക് കെയർ ചെയ്യാനറിയാം. എന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താ അറിയോ, ഇപ്പം എന്നെ തന്നെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഫാദർ എന്നോട് ഫസ്റ്റ് ചോദിക്കുന്നൊരു കാര്യമാണ്, കുട എടുത്തോ ചിക്കുവോ, സോറി എൻ്റെ പെണ്ണേം വാസ് ചിക്കു എന്ന് അച്ഛൻ എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് എടുത്തു എന്ന് പറയും. ഞാൻ ഈ ലോങ് ദൂരം എനിക്ക് പോകാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് കുട എടുത്തിട്ട് ഞാൻ നിർത്തും. അതല്ലൊരു ഷോർട്ട് റൺ. ഇപ്പം എന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിൽ തന്നെ 5 ബിൽഡിംഗ് ഉണ്ട്. അപ്പം ഞാൻ 1 ബിൽഡിംഗ് ടു നെക്സ്റ്റ് ബിൽഡിംഗ് ടു കിച്ചൺ എന്ന് പറഞ്ഞിങ്ങനെ ഓടുന്ന സമയത്ത് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ കുട എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മഴ കൊണ്ട് ഈ പനിയും ചുമയും ജലദോഷവും, രാത്രി വീട്ടിലോട്ട് എത്തുമ്പോഴേക്ക് ഈ മഴയൊക്കെ കൊണ്ടിട്ട് ഭയങ്കര തലവേദനയും ക്ഷീണമൊക്കെ ആയിട്ടാണ് ഞാൻ കയറി വരിക. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, കുട ഉപയോഗിക്കാനുള്ളതാണ് എല്ലാവരും ഉപയോഗിക്കുക. ഈ 2 കാര്യം പറയാണ്ട് എങ്ങനെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങുക. ഇനി ഞാൻ ശരിക്കും നല്ല തണുപ്പും ചെറിയ തലവേദനയൊക്കെ പിടിച്ചിട്ട് എൻ്റെ ഫേസ് ഒന്ന് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് കരുതി ഞാൻ. പക്ഷേ ഈ ഒരു വിഷയം ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്ത് കണ്ട സമയത്ത് എനിക്ക് എൻ്റെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം സംസാരിക്കണം. കാരണം എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടിയ ഒരു ന്യൂസാണ്. ഞാൻ ഇന്നത്തെ ദിവസം, ഞാൻ ഇത്രയും കാലം യൂട്യൂബ് വീഡിയോ ചെയ്തതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി, ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു കോണ്ടൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് ഞാൻ മനസ്സ് തുറന്ന് പറയും, ഇതാണ് ഗൈസ്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേറെയും വീഡിയോസ് കാണണം, എൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് കൂടെ രേഖപ്പെടുത്താൻ നിങ്ങളാരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ ഫ്രം ദി തംബ്നെയിൽ, ഫ്രം ദി ടൈറ്റിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരിൽ നിന്ന് നിങ്ങൾക്ക് വിഷയത്തെക്കുറിച്ചിട്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്നറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തൊരു ന്യൂസ് ഏതാണെന്ന് ചോദിച്ചാൽ ഷെഹല ഷെറിൻ്റെ ന്യൂസാണ്. ബാലുശ്ശേരിക്കാരി പെൺകുട്ടി, ജനങ്ങളും നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാവം, അയ്യോ ഷെഹലമോൾ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഒരാൾ, പ്രവാസിയായ ഭർത്താവ് വരാനിരിക്കുക, എന്ന് വെച്ചാൽ ആൾ വരുന്ന ഒരാഴ്ച മുമ്പ് കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാമുകന് വേറൊരു ഭാര്യയും 3 കുട്ടികളും ഉണ്ട്. ആൻഡ് ഷെഹല പോയ സമയത്ത് സ്വന്തം കുട്ടീനെ കൂട്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഒളിച്ചോടിയത്. ഇതാണ് ന്യൂസ്. ഒന്നും അറിയാണ്ട് വന്ന പ്രവാസി ഭർത്താവ് ന്യൂസ് കൊടുക്കുകയാണ്, ഭാര്യയും മകനെയും കാണാനില്ല, എൻ്റെ മകനെ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട്. പിന്നെയാണ് അറിയുന്നത് ഭാര്യ ഒളിച്ചോടിപ്പോയതാണ്, മകനെയും കൊണ്ടാണ് ഒളിച്ചോടിയത് എന്നുള്ളത്. അത് മനുഷ്യൻ എത്രത്തോളം ബാധിച്ചു എന്നുള്ളതൊക്കെ ആലോചിച്ചാൽ അറിയാം.
പിന്നെ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഈശ്വര കോൺട്രവേഴ്സികളാണ്. ഷെഹലയുടെ ഒരു സുഹൃത്ത് നമ്മളുടെ ഡാനി സത്യൻ എന്ന് പറഞ്ഞ യൂട്യൂബറെ കോൺടാക്ട് ചെയ്തിട്ട് നാത്തൂൻ പോരുകൊണ്ടാണ് അവൾ ഒളിച്ചോടിയത്, നാത്തൂനാണ് എല്ലാത്തിനും കാരണം, അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, അവൾ അത്രയ്ക്ക് സഹിച്ചു, കല്യാണം കഴിഞ്ഞ് അവൾ അത്രയ്ക്ക് അനുഭവിച്ചു, സാധാരണ ഒരു പെൺകുട്ടീനെ പോലെ സന്തോഷം നിറഞ്ഞ ജീവിതമൊന്നും നമ്മളുടെ ഷെഹലയ്ക്ക് ഉണ്ടായിരുന്നില്ല, ഷെഹലയാണ് ഈശ്വരോ കണ്ണിലെ ഉണ്ണി മാങ്ങാണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷെഹലയുടെ ഒരു കൂട്ടുകാരി രംഗത്ത് വന്നു. ഐ ബിലീവ് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാനും എൻ്റെ ചാനലിലെടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്തെ വ്യക്തി കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, അവൻ ലഹരിയുണ്ട്, അവന് പണ്ടുതൊട്ടേ ഇങ്ങനെ സ്ത്രീ വിഷയങ്ങളിലുണ്ട്, അവൻ രാവിലെ മൊബൈൽ ഷോപ്പിൽ വന്നിട്ട് രാത്രി വരെ മൊബൈൽ ഷോപ്പിൽ ഈ പരിപാടിയാണ് എന്നൊരു ആംഗിൾ വന്നു. പിന്നെ പ്രവാസികളുടെ ഭാര്യമാർ മുഴുവൻ ഒളിച്ചോട്ടമാണ് അങ്ങനെ ഈ വിഷയം അങ്ങ് ഇങ്ങനെ വലിച്ചു വാരിപ്പോയി. ഞാൻ ഒരുപാട് വീഡിയോസും ചെയ്തില്ല. ഐ ബിലീവ് ഞാൻ 2 or 3 വീഡിയോസേ ചെയ്തിട്ടുള്ളൂ. കാരണം അത്രയും എനിക്ക് വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം ഒരു വീഡിയോയിൽ തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ടുണ്ട് ഷെഹലയ്ക്ക് ഇനി ഇതിൻ്റെ പുറത്ത് ആൻഡ് ആ വീഡിയോയിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇവരുടെ കൂട്ടുകാരി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഷെഹലയ്ക്ക് ഭർത്താവിനെ കുറിച്ചിട്ട് ഒരു പരാതി ഉണ്ടായിരുന്നില്ല, അദ്ദേഹം പാവാണ്, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയുന്ന ഒരു സാധനം കേട്ടു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും സമ്മതിച്ചല്ലോ. പൊതുവെ പെണ്ണുങ്ങൾ ചാടിപ്പോകുന്ന സമയത്ത് എല്ലാ കുറ്റങ്ങളും ആണുങ്ങളുടെ തലയിലോട്ടോ, അല്ലെ ആണുങ്ങൾ ചാടിപ്പോകുന്ന സമയത്ത് എല്ലാ കുറ്റങ്ങളും ഭാര്യയുടെ തലയിലോട്ട് ഇടുന്നൊരു ആംഗിളുണ്ട്. ഇതിപ്പോൾ വന്നിരിക്കുന്നത് അമ്മായിയമ്മല്ല നാത്തൂൻ പോര് കാരണമാണ് ഇറങ്ങിപ്പോയത് എന്നൊക്കെയാണ്. ഇനി നാത്തൂൻ പോരല്ല, ഇനി ഭർത്താവ് പോരാണെങ്കിലും ഭർത്താവ് ഇരിക്കെ വേറൊരു ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കൂടെ മോൾ ഇറങ്ങിപ്പോകുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. എനിക്കിഷ്ടമല്ലേ ഡിവോഴ്സ് ചെയ്യും, ഈ സെപ്പറേറ്റഡ് ആവും, ഈ അടപ്പോയിക്ക് അവനും ഡിവോഴ്സ് ചെയ്യട്ടെ, എന്നാൽ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുക, ഓക്കെ ഫൈൻ. ഇത് 2 കുടുംബത്തെ ഒന്നും അല്ലാണ്ടാക്കി, 4 കുട്ടികളെ ഒന്നും അല്ലാണ്ടാക്കി, എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ രണ്ടുപേരുടെയും ഫ്രസ്ട്രേഷൻ എന്ന് തന്നെ ഞാൻ പറയും. കാരണം ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് അതാ തോന്നിയത്. ഏത് മനുഷ്യനാണെങ്കിലും ഒളിച്ചോടിക്കഴിഞ്ഞാൽ കുറച്ച് നാണവും മെനയും ഉണ്ടാവും. എങ്ങനെയെങ്കിലുമൊക്കെ വീടിൻ്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി മിണ്ടാണ്ട് മൂലക്കിരിക്കാനാണ് നോക്കി. ഇവർക്ക് അതുമില്ല. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എന്താ അറിയോ, അവൾ വളരെ അടിപൊളിയായിട്ട് പുറത്തിറങ്ങി തോളത്തൊക്കെ പിടിച്ച് മിഠായി വാങ്ങി കുണുവാവേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സാധനങ്ങൾ. അതേ പറഞ്ഞാൽ ഒരു ഉളുപ്പും ഒരു തേങ്ങയും ഇല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുക. ഇപ്പം 2നെയും പിടിച്ചിട്ടുണ്ട്. ഇനി 2നെയും പിടിച്ചാൽ എന്താ ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് ഊഹിച്ചറിയാം. ഇനി ഭർത്താവിൻ്റെ കൂടെ വയ്യ, എനിക്ക് എൻ്റെ ഭാര്യൻ്റെ വയ്യ, ഞങ്ങൾ ജീവിക്കട്ടെ, ഭർത്താവ് കിടന്ന് കരയുന്നു, അവിടെ കിടന്നു ഉമ്മ കരയുന്നു, ഈ ഒരു ലോക്കൽ ഡ്രാമാസാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ എനിക്ക് സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുഭവിച്ചൊരു സിറ്റുവേഷൻ ഈ ഭാഗത്തിന് അനുഭവിക്കേണ്ടി വന്നില്ല. രഞ്ജീഷിൻ്റെ ഇത് മറക്കാത്തവർക്ക്, എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഞാൻ ഈ റീസെൻ്റ്ലി ചെയ്തതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തിട്ടുള്ളൊരു വിഷയം ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് ഞാൻ പറയും രഞ്ജീഷിൻ്റെ വിഷയമാണ്. അതെന്താണെന്നുള്ളത് ഒരു മിനിറ്റ്, കുറച്ച് വെള്ളമുണ്ട് ഇവിടെ. അതെന്താണെന്ന് വെച്ചാൽ രഞ്ജീഷ് എന്ന് പറഞ്ഞ കുമളിക്കാരൻ ഭാര്യനെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. 2 കൊല്ലം കഴിഞ്ഞ് ഭാര്യ ഗൾഫ് പോകുന്നു. ഗൾഫ് പോയി കഴിഞ്ഞതിന് ശേഷം ഭാര്യ പിന്നെ കോണ്ടാക്റ്റൊക്കെ കുറയുന്നു. പിന്നെ ഭാര്യ അവിടെ ഒരു ആളെ സെറ്റാക്കുന്നു, അവൻ്റെ കൂടെ ജീവിക്കുന്നു, ലിവിങ് ടുഗദർ തുടങ്ങുന്നു. ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇയാളെ മാനസികമായി ഡൗൺ ആക്കുന്നു. ലീഗലി ഡിവോഴ്സ് വാങ്ങുന്നു. 8 കൊല്ലം താൻ വളർത്തിക്കൊണ്ടുപോയ മകനെ കൊണ്ടുപോകുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഫോട്ടോ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുന്നു. അത് മാനസികമായി തകർത്ത മനുഷ്യൻ സ്വന്തം മകനെ കാണാൻ പറ്റാണ്ട് ആത്മഹത്യ ചെയ്തൊരു വിഷയം. നമ്മളെല്ലാവരും സംസാരിച്ച് നമ്മളുടെ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് ആ സങ്കടം പോയി തീർന്നോ എന്ന് ചോദിച്ചാൽ തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അടുത്ത ന്യൂസ് ഇതുപോലൊന്ന് വന്നത്. പക്ഷേ ഇവിടെ കോടതി കുറച്ചും കൂടെ ബ്രേവായി തീരുമാനം എടുത്തു എന്ന് പറയുന്നത്. കാരണം ഇവളെ കൂടെ മോനെ വിട്ടിട്ടുണ്ടെങ്കിൽ മോൻ്റെ കാര്യം തീരുമാനമാവുമെന്ന് മനസ്സിലാക്കി കോടതി ഡയറക്റ്റ് മോനെ ഉപ്പാൻ്റെ കയ്യിൽ ഏൽപ്പിച്ച്. എൻ്റെ ഈ വീഡിയോൻ്റെ ഉടനീളം നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് ഈ മോനും ആളുടെ ഉപ്പയും കൂടെ ഒരുമിച്ചിരിക്കുന്ന, പിന്നെ ഫാമിലി മെമ്പേഴ്സ് ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഞാൻ പല സിറ്റുവേഷനിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് കോടതി കുറച്ചും കൂടെ സെൻസിബിളായി തീരുമാനം എടുക്കണം എന്നുള്ളത്. കാരണം എനിക്കറിയാം 100 നിരപരാധി രക്ഷപ്പെട്ടാലും ഒരു 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് കോടതിൻ്റെ റൂൾസ്. അപ്പോൾ ഒരു കേസ് വരുമ്പോൾ ആ കേസിന് ഇങ്ങനെ കീറി മുറിച്ച് നുള്ള് കോൺസ്റ്റിറ്റ്യൂഷനും ബാക്കി അല്ലാത്ത കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാ സ്റ്റൂഷനും കൂടെ ഒരുമിച്ച് കൊണ്ടുവച്ചിട്ടാണ് കോടതി എപ്പോഴും നോക്കുക എങ്ങനെ അവനെ രക്ഷിക്കാമെന്ന് നോക്കുന്നൊരു കോടതിയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പല കേസിലും കോടതി അങ്ങനെ ആലോചിക്കരുത്. കോടതി കുറച്ചും കൂടെ പ്രാക്ടിക്കലായി ആലോചിക്കണം. ഭർത്താവ് ഇവിടെ ഇരിക്കുക വേറൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണിന് കുട്ടീനെ വിട്ടാൽ എന്ത് സേഫ്റ്റിയാണുള്ളത്? അത്രയും കാലം ജീവിച്ച ഭർത്താവിനെയും കുട്ടീനെയും മറത്തി വേറൊരുത്തനം പ്രണയിച്ച് പോയവൾ എത്രമാത്രം കുട്ടീനെ ടേക്ക് കെയർ ചെയ്യും എന്നുള്ളത് ആലോചിച്ചൂടെ? അമ്മയായാൽ ചെയ്യാൻ പറ്റും, എന്താ അമ്മ അച്ഛൻ എന്താ ചെയ്തുകൂടെ?
അമ്മയും അച്ഛനും ഒരുപോലെ നോക്കും. എന്നെ നോക്കുന്നതിൽ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഒരുപോലെ പങ്കുണ്ട്. ഒരുപോലെ എന്ന് വെച്ചാൽ ഒരുപോലെ പങ്കുണ്ട്. എനിക്ക് ഭയങ്കര ഫ്രാങ്ക്ലി എനിക്ക് പറയാൻ പറ്റും, എൻ്റെ ഫാദർ ഇസ് എ ഗുഡ് ഫാദർ എന്ന് ഞാൻ ഐ യൂസ് ടു സേ എവറി ടൈം. കാരണം എൻ്റെ ഈ ചെറിയ ചൊടി കാര്യങ്ങളൊക്കെ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്ത് തരും. അച്ഛൻ വെള്ളം എടുത്തുകയെന്ന് ഞാൻ പറയുള്ളല്ലോ, അമ്മ വെള്ളം എടുത്തുകയെന്നും പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഞാൻ എൻ്റെ തോർത്ത് ഞാൻ റൂമിൽ മെസ്സിയാക്കി ഇട്ടാലോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചെരുപ്പ് മെസ്സിയാക്കി ഇട്ടാലോ, എനിക്ക് ഫസ്റ്റ് എടുത്ത് വെക്കുക എൻ്റെ അച്ഛൻ കഴിഞ്ഞിട്ട് അമ്മ എടുത്ത് അമ്മ പിന്നെ അവിടെ നിന്ന് 2 ഒച്ച ഇട്ടിട്ട് മര്യാദയ്ക്ക് എടുത്തുകൊണ്ട് ഓടിയെന്ന് പറയും. അച്ഛൻ അത്ര പോലും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം എന്താ അച്ഛന് കുട്ടീനെ നോക്കിക്കൂടെ? എന്തായാലും അച്ഛന് കൊടുത്തു. അതിന് എനിക്ക് ഭയങ്കര സന്തോഷം. അവിടെ ഞാൻ പറഞ്ഞ കോടതി കുറച്ച് യുക്തിയിൽ ചിന്തിക്കണം എന്നുള്ളത്. മേ ബി പോവില്ല, നമ്മുടെ അന്നത്തെ തീരുമാനങ്ങളൊക്കെയാണ്. ഷെഹല ഷെറിൻ ചേച്ചീനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ചേച്ചി എടുത്തൊരു തീരുമാനമായിപ്പോയി. എന്തൊക്കെയാണെങ്കിലും ചേച്ചി ചെയ്തത് പരമ തെണ്ടിത്തരം, നാണക്കേടാണ്. എത്രാം വയസ്സിൽ കല്യാണം കഴിച്ചാലും കൊല്ലങ്ങളായി ഭർത്താവിൽ നിന്ന് അനുഭവിച്ചാലും, അല്ലെ ഇനി ഭർത്താവിൻ്റെ അമ്മയിൽ നിന്ന് അനുഭവിച്ചാലും, ഭർത്താവിൻ്റെ പെങ്ങളിൽ നിന്ന് അനുഭവിച്ചാലും, ഒരു 3 കുട്ടിയുടെ അച്ഛൻ അടിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ ഭർത്താവ് വരാനിരിക്കെ വേറൊരുത്തൻ്റെ കൂടെ പോവുക, നാണക്കേട്. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ അറിയാം, 2 പേരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഈ ചാടിക്കൊണ്ടുപോയ അഷ്കർ ചേട്ടാ ആൻഡ് ഷൈല ചേച്ചി, അഷ്കറാന്ന് തോന്നുന്നു, 2 ആളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഭാര്യനെ ചതിച്ചുകൊണ്ട് വേറൊരു പെണ്ണിൻ്റെ കൂടെ വന്ന ചേട്ടനും ഭർത്താവിനെ ചതിച്ചുകൊണ്ട് വേറെവരുടെ കൂടെ വന്ന നിങ്ങൾ 2 പേരും അടിപൊളി ടീംസാണ്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, ഇന്നല്ലേ നാളെ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മടുക്കും. അപ്പോൾ ആരെങ്കിലും ഒരാളെ ചതിക്കാനുള്ള ചാൻസ് ഉണ്ട്. അഷ്കറിനാണെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ സർവേ ചെയ്തു പോകും. ഷൈലാഷറിനാണെങ്കിൽ മോളെ എൻ്റെ ജീവിതം കഴിഞ്ഞു. എനിക്ക് ഇത്രയും കാലം ഈ അനുഭവിച്ചതിൻ്റെ ഇരട്ടിയാണ് ഇനി ഈ ഫ്രണ്ടോട്ട് അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഈ വാക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പം അത്രയേ പറയാനുള്ളൂ. കാരണം ഇവരൊന്നും അർഹിക്കുന്നില്ല, ഇവരൊക്കെ അനുഭവിച്ച് കാണട്ടെ. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഒരിക്കലും ഒരു സ്ത്രീയെ പറ്റി ഇങ്ങനെ പറയാൻ പാടില്ല, എന്നാലും മനസ്സുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് റിയാക്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കായി ഒരിക്കലും നിങ്ങളുടെ ലൈഫ് മാറരുതേ എന്ന് മാത്രം ഞാൻ പറയുകയാണ്. ഈ ട്രൂ ലവ് എന്നും നിലനിൽക്കട്ടെ. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു പോസ്റ്റ് എല്ലാവരും റിയാക്ട് ചെയ്തതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം. കുഞ്ഞുങ്ങളെ വെച്ച് കളിക്കുന്നവർ ഇതൊരു പാഠമാകട്ടെ. ഷഹലയെ കണ്ടെത്തി അച്ഛന് കൈമാറി. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളെ ജീവിതം വെച്ച് കളിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്നുള്ള ഈ വാർത്ത. ഭർത്താവിനെ അറിയിക്കാതെ സ്വന്തം മകനെയും കൂട്ടി ഒളിച്ചോടിയ യുവതിയെയും കാമുകനെയും പോലീസ് പിടികൂടുകയും കുട്ടിയെ സുരക്ഷിതമായി അച്ഛൻ ജെയ്സിലിന് കൈമാറുകയും ചെയ്തിരിക്കുകയാണ്. നിയമവും നീതിയും എപ്പോഴും കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്തിനൊപ്പമാണ് എന്ന് ഈ സംഭവം വീണ്ടും തെളിയിക്കുന്നു. മാതാപിതാക്കളുടെ വഴിവിട്ട തീരുമാനങ്ങൾ, ഒട്ടും പങ്കാളികളല്ലാത്ത ഒന്നും അറിയാത്ത ഇരകളാണ് കുഞ്ഞുങ്ങൾ. സ്വന്തം സുഖത്തിനു വേണ്ടി കുഞ്ഞുങ്ങളെ കവചമാക്കുന്ന പ്രവണത ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ തണലും സംരക്ഷിതത്വവും സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണത്തിലാണ്. പരാതി ലഭിച്ച ഉടൻ തന്നെ കൃത്യമായ അന്വേഷണം നടത്തി കുട്ടിയെ സുരക്ഷിതമായി കണ്ടെത്താൻ കഴിഞ്ഞ കേരള പോലീസിന് വലിയൊരു നേട്ടമാണ്. കോടതിയും നിയമവ്യവസ്ഥയും കുട്ടികളുടെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകിയത് എന്നത് ഏറെ ആശ്വാസകരമാണ്. സോഷ്യൽ മീഡിയയിൽ വെറും ഒരു വാർത്തയായി ഇതിനെ കാണരുത്. കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ കുട്ടികളുടെ മാനസിക നിലയെയും ഭാവിയെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സ്വന്തം കുട്ടികളുടെ ഭാവിയെ ഓർത്ത് മാതാപിതാക്കൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാവട്ടെ. കുഞ്ഞിന് അച്ഛൻ്റെ തണലിൽ ഇനി സുരക്ഷിതമായി വളരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ജസ്റ്റിസ് ചൈൽഡ് റൈറ്റ് കേരള പോലീസ് സോഷ്യൽ അവയർനെസ് ആൻഡ് ഫാമിലി വാല്യൂ. എൻ്റെ അമ്മേ, പൊള്ളി പോസ്റ്റ് എന്ന് വെച്ചാൽ പൊള്ളി പോസ്റ്റ്. അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ വ്യക്തമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ, ഞാൻ പറയട്ടെ, ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് നിങ്ങൾ ഈ കാണുന്നത് പോലൊരു ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളൊരു പെൺകുട്ടിയല്ല. ആൻഡ് വൈ ഇഫ് യു ആർ ആസ്കിങ് മീ, ഞാൻ കല്യാണത്തെ പറ്റി ഇത്ര പറയുന്നു വെച്ചാൽ ഐ എം വർക്കിംഗ് ആസ് എ കൗൺസിലർ. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് ആണ്. ഞാൻ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ബേസ് ചെയ്തിട്ടുള്ള കൗൺസിലിങ്സ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരുപാട് ഹസ്ബൻഡ് വൈഫുമാരുടെ അല്ലെങ്കിൽ അമ്മായിയമ്മ ഇഷ്യൂസ്, നാത്തൂൻ വിഷയങ്ങളൊക്കെ ഒരുപാട് അഡ്രസ്സ് ചെയ്തതാണ്. എൻ്റെ ഫസ്റ്റ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് കേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതുപോലൊരു ഇഷ്യൂ ആയിരുന്നു, ലൈക്ക് മദർ ഇൻ ലോ ഇഷ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റൽ. എല്ലാവരും പറയും അണ്ടർസ്റ്റാൻഡിങ് മതി. അല്ലടാ, അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ്.
എങ്ങനെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് മതി എന്ന് എപ്പോഴും പറയാം. അണ്ടർസ്റ്റാൻഡിങ് വേണ്ടാന്നുള്ള. പക്ഷേ പല സിറ്റുവേഷനിലും നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിലുപരി അണ്ടർസ്റ്റാൻഡ് ചെയ്തു, ഓക്കെ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് മനസ്സിലാക്കി അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ നമുക്ക് പറ്റണം. ഈ അഡ്ജസ്റ്റ്മെൻറ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ലവും കെയറും കൺസേണും ഇൻഡിവിജ്വാലിറ്റിയും വാല്യൂവും ഫ്രീഡമും ഇങ്ങനത്തെ എല്ലാ സാമ്പാർ പരുവം കൂടിയിട്ടുള്ളൊരു സാധനമാണ്. പ്രത്യേകിച്ച് ഇത് കുറച്ച് കൂടുതൽ വേണ്ടത് സ്ത്രീകൾക്കാണ് ഞാൻ പറയും. എല്ലാവരും പറയും എല്ലാ ആണും പെണ്ണും ഒരുപോലെയാണ്, പക്ഷേ ഞാൻ പറയുന്നത് സ്ത്രീകൾക്കാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഈ ഒരു പ്രായം എന്ന് വെച്ചാൽ ഐ വാസ് ലീഡിങ് എൻ്റെ ദി ബെസ്റ്റ് ലൈഫാണ്. ലൈക്ക് വർക്കിൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, ഞാൻ ഫിനാൻഷ്യലി ഫ്രീഡം ആണ്, ആൻഡ് ഐ എം സ്റ്റിൽ ലിവിങ് ഇൻ മൈ ഹോം. എൻ്റെ വീട്ടിലായതുകൊണ്ടാണ് ഞാൻ ഇത്ര ഫ്രീ ആയി റിലാക്സ് ആയിട്ട് ഞാൻ നന്നായി ഉറങ്ങി എണീച്ച് ഞാനിവിടെ വന്നിരുന്ന് വീഡിയോ എടുക്കുന്നത്. ഇനി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഫ്രഷ് അപ്പ് ആൻഡ് ഐ ടേക്ക് റെസ്റ്റ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം അതാണ് ഒരു ലൈഫ്. അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കുറേ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്ത്, ഇപ്പം എൻ്റെ വീടല്ല, ചിലപ്പോൾ ഇവിടെ നേരെ താഴെയാണ് എൻ്റെ ചില അനിയൻ്റെ ഏട്ടൻ്റെ വീട്. ഈ വീട്ടിൽ കിട്ടുന്ന ഒരു കംഫർട്ട് എനിക്ക് അവിടെ കിട്ടില്ല. അങ്ങനെയാണ് വേറൊരു സ്ഥലത്ത് എനിക്ക് കിട്ടുമോ? ഇതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ സിറ്റുവേഷനുമായി നിന്ന് പോകാമെന്ന് വെച്ചാൽ അതിന് ഭയങ്കര മെച്യൂരിറ്റി വേണം. അപ്പോൾ ഈ എടുത്ത് ചാടി കല്യാണം കഴിക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർക്കാണ് ഇതൊരു പ്രശ്നമാവുക. ആൻഡ് കല്യാണം എന്ന് പറയുന്നത് വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കല്യാണം കഴിപ്പിക്കുന്ന ആൾക്കാരൊക്കെ കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവരവരെ വഴിക്കും. പിന്നെ അങ്ങോട്ട് ജീവിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് ഓക്കെ അല്ലാത്തൊരു പാർട്ട്ണറെ നമ്മൾ ചൂസ് ചെയ്യാനേ പാടില്ല. ആൻഡ് ഇനി ചൂസ് ചെയ്ത് നമ്മുടെ കല്യാണം ഫ്രണ്ടോട്ട് പോവുകയാണെങ്കിലും ഇഫ് യു ആർ നോട്ട് ഹാപ്പി, കം ഔട്ട് ഫ്രം ഇറ്റ്. അത്രയേ ഉള്ളൂ. ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ബിഗ് ഡീൽ. പക്ഷേ ഇത്രയും കാലം സഹിച്ചിരിക്കുക, ഭർത്താവിനെ സഹിക്കുക, അമ്മായിമ്മനെ സഹിക്കുക, അതിൻ്റെ പേരിൽ വേറെ മൊബൈൽ ഫോൺ നന്നാക്കാൻ പോയൊരു ചെങ്ങായിനെ ലൈൻ അടിച്ചുകൊണ്ട് പോകുമ്പോൾ ആലോചിക്കണം, വീട്ടിലൊരു കുട്ടിയുണ്ട്, അവന് ഞാനൊരു അമ്മയാണ്, എൻ്റെ ഇമേജ് എന്തായിരിക്കും അവൻ്റെ മുമ്പിൽ എന്ന് ആലോചിക്കാൻ പറ്റണം. നിങ്ങൾ ഈ ഹസ്ബൻഡ് വൈഫ് സ്ട്രഗിൾ, ഹസ്ബൻഡും വൈഫും പ്രശ്നം, അല്ലെങ്കിൽ വൈഫിൻ്റെ ഭാഗത്ത് തെറ്റ്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് തെറ്റ്, അല്ലെങ്കിൽ ഫാമിലീൻ്റെ ഭാഗത്ത് തെറ്റ്, ഇതിൻ്റെ ഉള്ളിൽ സ്ട്രഗിൾ ചെയ്യുന്നത് കുട്ടികളാണ്. ഇമോഷണലി മെച്യൂർ ആയിട്ടുള്ളൊരു ഏജ് ആണെങ്കിൽ ടു ആൻ എക്സ്റ്റെൻഡ് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഇമോഷണലി മെച്യൂർ ആവാത്തൊരു ഏജിൽ കൂടിയാണ് ആ കുട്ടി കടന്നു പോകുന്നതെങ്കിൽ ഇറ്റ്സ് വെരി ടഫ്. ഭയങ്കര പാടാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ. അത് അവരുടെ ചൈൽഡ്ഹുഡിനെ, അവരുടെ ഡെവലപ്മെൻറ്റൽ സൈക്കിളിനെ, അവരുടെ ഇമോഷണൽ, ബിഹേവിയറൽ, സോഷ്യൽ സിറ്റുവേഷനൊക്കെ ഭയങ്കര വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. അവിടെ കുട്ടി നീഡ്സ് റൈറ്റ് പേഴ്സൺ ടു ലവ്, റൈറ്റ് പേഴ്സൺ ടു കെയർ. എത്രയൊക്കെ ഉമ്മ ഉണ്ടെങ്കിൽ അവിടെ കാണുന്നത് വേറൊരു സ്ട്രേഞ്ച് പേഴ്സണാണ്. എത്രയൊക്കെ അവൾ സ്നേഹിച്ചിറങ്ങി പോവുകയാണെങ്കിലും ആ ഭർത്താവിന് ആ ഭാര്യയിൽ ഒരു കൺട്രോൾ വരും. ആ കൺട്രോൾ വരുമ്പോൾ അത് കുട്ടീനെ എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നെവർ. അപ്പം അതുകൊണ്ട് ഇവിടെ ദ റൈറ്റ് ഡിസിഷനാണ് എടുത്തത്. കുട്ടീനെ ആർക്ക് കിട്ടി? നമ്മുടെ സ്വന്തം ഈ വ്യക്തിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ കുട്ടി വിൽ ബി സേഫ്. ഈ വിഷയത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ടിൽ ദി എൻഡ് വരെ ഈ വിഷയം റിയാക്ട് ചെയ്തൊരു വ്യക്തിയുടെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ഒളിച്ചോടി പോയ സ്ത്രീയെ പറ്റിയിട്ടുള്ള, അതായത് ആ പുരുഷനെയും പറ്റിയിട്ടുള്ള വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല, അവരെ വിവരം എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. തെറി വിളിക്കുന്ന ആൾ അവരുടെ തെറിയായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ട് അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ കുറേ ദിവസങ്ങളായി അവരെ കണ്ടുകിട്ടി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും സത്യാവസ്ഥയല്ല. അതായത് ഇന്നത്തെ ദിവസം, അതായത് 30-ാം തീയതി അവരെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ഏകദേശം വാളയാർ ചെക്ക് പോസ്റ്റ് നിന്നാണ് അവരെ കണ്ടുകിട്ടിയത്. പോലീസ് അറസ്റ്റ് ചെയ്ത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത്. അത് ഇവരെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്തത് എനിക്കൊരു CC ക്യാമറ ദൃശ്യം അവരിത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഈ തമിഴ്നാട്ടിലുള്ള ഒരു CC ക്യാമറ ദൃശ്യമായിരുന്നു. അപ്പൊ അവിടുത്തെ ആ ഷോപ്പിലെ ആളാണ് എനിക്ക് അയച്ചു തന്നത്. ആ നമ്പർ പിന്നെ ഞാൻ ഇവർക്കും അവര് പോലീസുകാർക്കും എല്ലാവർക്കും കൊടുത്തു. അതേപോലെ അവിടെ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ. പിന്നെ അവര് ഈ സ്ത്രീയുടെ ബ്രദർ അവിടത്തേക്ക് പോവുകയും പിന്നെ അവരപ്പം അവിടെ നിന്ന് എസ്കേപ്പായി, അവിടെ നിന്ന് മുങ്ങിയിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് ഇവരെ കണ്ടുകിട്ടുകയും നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പം ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്നത്. ഇനി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി അവരോടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇവന്റെ കൂടെ പോകുന്ന ഈ 3 കുട്ടികളെ വയ്യാതാരാക്കിയിട്ട് വന്ന അവന്റെ കൂടെ പോകുന്നോ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ കൂടെ പോകുന്നോ, അല്ലെങ്കിൽ മാതാവിന്റെയും പിതാവിന്റെയും സഹോദരങ്ങളുടെ കൂടെ പോകുന്നോ എന്നൊക്കെ കോടതി ചോദിക്കും. ആ ചോദ്യത്തിൽ ഇവർ പറയുന്നതിനുള്ള ഉത്തരമായിരിക്കും അവരെ ജീവിതം തീരുമാനിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, സ്വന്തം 3 കുട്ടികളെയും ഒഴിവാക്കി വന്ന അവന്റെ കൂടെ പോയാൽ ഇവന്റെ സ്വന്തം കുട്ടിനെ അവൻ നോക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവളും നോക്കില്ല. സ്വന്തം ചോരയിലുണ്ടായ 3 കുട്ടീനെ മൈൻഡ് ചെയ്യാണ്ടാണ് ഇറങ്ങിപ്പോയത്. ഇറങ്ങിപ്പോവാനുള്ളതിൻ്റെ ഒരൊറ്റ റീസൺ ഷഹല എന്ന് പറയുന്ന പെൺകുട്ടീനോട് തോന്നിയിട്ടുള്ള ഫ്രസ്ട്രേഷനാണ്. ഈ ഫ്രസ്ട്രേഷന് ഒരു ലിമിറ്റുണ്ട്.
ഓക്കെ, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഫ്രസ്ട്രേഷൻ, ഒരു വ്യക്തിയോട് നമുക്ക് മെൻ്റലി തോന്നുന്ന ഒരു എഫെക്ഷനിൽ കൂടി ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷനും വേറെ വീട്ടിലൊരു വൈഫ് ഉണ്ടായിട്ടും അല്ലാണ്ട് തോന്നുന്ന ഫ്രസ്ട്രേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഫ്രസ്ട്രേഷൻ പോയി കഴിയുന്ന സമയത്ത് തന്നെ ഷഹല എന്ന് പറയുന്ന വ്യക്തി, ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ കരിവേപ്പില, ആ കരിവേപ്പിലേനേക്കാളും കരിവേപ്പിലയായിരിക്കും ആ മകൻ്റെ സിറ്റുവേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ മകനെ നോക്കുക പോയിട്ട് തിരിഞ്ഞു പോലും നോക്കില്ല എന്നുള്ള കാര്യം കൺഫേമാണ്. ഷഹലേൻ്റെ കേസ് ഞാൻ എണ്ണി പറയണം. ഷഹല, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ നിന്ന സമയത്ത് നിങ്ങൾക്കിനി വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ മനുഷ്യൻ നിങ്ങളെ ടേക്ക് കെയർ ചെയ്ത പോലെ ഒരിക്കലും ഇയാൾ ടേക്ക് കെയർ ചെയ്യില്ല. ഷഹൽ അറ്റ്ലീസ്റ്റ് ഒരു കുട്ടീനെ എടുത്തുകൊണ്ട് വരാൻ കാണിച്ചൊരു മനസ്സുണ്ട്. 3 കുട്ടിയിൽ ഒരു കുട്ടീനെ ഇയാൾക്ക് എടുത്തുകൊണ്ട് വന്നൂടെ? ഇല്ല. ഇപ്പം ഉള്ളത് നിങ്ങൾക്ക് ആ ഒരു പ്രണയ പുതുമോടിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കി ഫ്രസ്ട്രേഷൻ്റെ ഒരു എന്താ പറയുക പ്രകമ്പനങ്ങളൊക്കെയാണ്. എനിക്ക് മലയാളമൊന്നും കിട്ടുന്നില്ല, അങ്ങനത്തെ ഓരോ കളികളാണ്. അത് കഴിഞ്ഞ യുൽബിലൊക്കെ അനുഭവിക്കാൻ കിടക്കുകയാണ് ഈ പെർട്ടിക്കുലർ ഷഹല ഷെറിൻ എന്ന് പറയുന്നൊരു വ്യക്തി. ഇനി അങ്ങോട്ടാണ് നിങ്ങളുടെ യഥാർത്ഥ കണ്ടകശനി തുടങ്ങാൻ പോകുന്നത്. എനിക്ക് വളരെ ക്ലിയറായിട്ട് പറയാനുള്ള ഷഹല ഷെറിൻ്റെ ഭർത്താവിനോടാണ്, ദയവ് ചെയ്ത് സ്വീകരിക്കരുത്. ഈ ലോകത്തിന് ഒരു പെണ്ണില്ല എന്ന് പറഞ്ഞാലും സ്വീകരിക്കരുത്. ഇന്ന് അവൾ പോയി, നാളെ അവൾ പോകും. നമ്പരുത്, നമ്പിനാൽ ഉമ്പിനാൽ. ഓക്കെ, ഇനി ഒരു പള്ളിയിൽ അച്ഛൻ്റെ ഒരു പ്രസംഗം, ഉസ്താദിൻ്റെ ഒരു പ്രസംഗം വൈറലായിട്ടുണ്ട്. അതും കൂടെ കണ്ടിട്ട് പോയി വീഡിയോ അവസാനിപ്പിക്കാം. ഈ രാജ്യത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, ഒരു കുഴപ്പമില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇത് അവസ്ഥ എന്നറിയ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ദുനിയാവ് അങ്ങനെ. അന്യ ഒരു പുരുഷന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ, അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലത്. 7 വെള്ളത്തിൽ കഴുകിയാ ശുദ്ധമാകുമല്ലോ. പോകടാ ചെറുപ്പക്കാരാ, ഓന്തോടിയാ എവിടെ വരെ പോകുമടാ? നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാ? ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ നീ പോയാലും പെങ്ങളെ എങ്ങനെ വേണമെങ്കിലും നടന്നോ. ഫർദയും ധരിച്ച് ഫർദ ഊരി തലയിൽ കെട്ടി വേണമെന്ന് നടന്നോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ, നിന്റെ കൂടെ ആളുണ്ടല്ലോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ. പക്ഷെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ, ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാ പെണ്ണ്, ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാ പെണ്ണ്. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. നീയൊക്കെ എവിടെ പോകാനാടി? നീയൊക്കെ എവിടെ പോകാനാടാ ചെറുപ്പക്കാരാ? അല്ലാഹു പറയും, നിന്നെ ഞാൻ കൊണ്ടുവരുമടാ, എന്റെ മുമ്പിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരുമല്ലോ. നീയൊക്കെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരേണ്ടവനാണല്ലോ. എവിടെ പോകാനാ നീയൊക്കെ? നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമല്ലോ. ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിനക്കൊക്കെ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശാ വസാഅ സബീലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞില്ല. നിങ്ങൾ വ്യഭിചരിക്കല്ലേ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടരുതെന്നല്ല അല്ലാഹു പറഞ്ഞത്. വലാ തഖറബുസ്സിനാ, അതിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. അന്യപുരുഷന്റെ ശരീരത്തെ തൊടുന്നത്, അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത്, പിഴച്ചവനെ അത് വ്യഭിചാരമാണത്, പാപമാണ്, പാപമാണ്. പെണ്ണെ, നീ സലാം പോലും പറയാൻ പാടില്ല. ഒരു അന്യ പുരുഷനോട് നീ സലാം പറയരുത്. ഒരു അന്യ പുരുഷന്റെ മയ്യത്ത് നീ കാണരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനബെടെന്ന് പറയുമ്പോ ആണും പെണ്ണും എവിടെയാടോ? സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറി കെട്ടിപ്പിടിക്കുന്ന കാലമാ, ചേറിയും ചേർന്നിരുന്ന് സെൽഫി എടുക്കുന്ന കാലമാ. പടച്ചവനെ, ഇന്ന് പ്രണയ ദിനമായിരുന്നല്ലോ. ഫെബ്രുവരി 14 പ്രണയിക്കുന്നവരുടെ ദിനമാണ്. റബ്ബേ, പ്രണയിക്കുന്ന ഒരു ദിവസം ആഘോഷിച്ച ഒരുപാട് പേരുണ്ടല്ലോ. ഇന്ന് പ്രണയ ദിനമായിരുന്നു. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രണയദിനം പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരുപാട് ഉസ്താക്കന്മാരുടെ വിഷയങ്ങൾ ഇങ്ങനെ എൻ്റെ വീഡിയോയിൽ 1-2 സാധനങ്ങൾ എടുത്ത് ഞാൻ കാണിച്ചു വെച്ച് സംസാരിച്ചിരുന്നു. ആദ്യമായിട്ടാണ് ഒരു സാധനം കണ്ട സമയത്ത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തത്. അള്ളാഹ് വിചാരിച്ചതുപോലെ, അള്ളാഹ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു, അള്ളാഹു വിചാരിച്ചതുപോലെ, അള്ളാഹു പറഞ്ഞതുപോലെ
ഈ തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ അതിനുള്ള ശിക്ഷ കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി നമ്മളെല്ലാവരുടെ റിയാക്ഷൻ വീഡിയോയും ഈ ശൈലജയും കണ്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഉസ്താദ് പറയുന്നതെങ്കിലും കേട്ടാൽ മതിയായിരുന്നു. അത്രത്തോളം മതത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണെന്ന് പറഞ്ഞല്ലേ. അപ്പം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പച്ച മലയാളത്തിൽ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം തിങ്ക് ബിഫോർ യു ടേക്ക് എ ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്നല്ല, ഒരു 100 വട്ടം ഇരുത്തി ഒന്ന് ആലോചിക്കും. അതിനുശേഷം മാത്രം തീരുമാനം എടുക്കും. ഇല്ലെങ്കിൽ ചില തീരുമാനങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നല്ല ഗംഭീര തണുപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് മൂടി പൊതച്ച് കടന്നുറങ്ങാം, അല്ലെ സോഫയിലിരിക്കാം. ഞാനിപ്പോൾ ഇനി ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി എനിക്ക് പോയി കുളിക്കണം. ബിക്കോസ് ടുമോറോ ഈസ് സൺഡേ ബട്ട് ഫോർ മീ ഇറ്റ്സ് എ വർക്കിംഗ് ഡേ. ബൈ ഗൈസ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയാൻ ഫിൽറ്റേർഡ്.